ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മംഗലം ഡാമിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, നമസ്കാരം. ക്രേസി ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മംഗലം ഡാമിലാണ് കേട്ടോ. നമ്മളെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ വേറൊരു സ്ഥലമുണ്ട്. അത് വടക്കഞ്ചേരി പറയും, പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള മംഗലം ഡാമിൻ്റെയും പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് 20 രൂപയാണ് ഉണ്ടാവും, പിന്നെ പാർക്കിങ്ങിന് 20 രൂപ, അങ്ങനെയാണ് ഒരു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ പോണ വഴിക്ക് ഒരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് മരത്തിൻ്റെ വേരൊക്കെ ഇറങ്ങി ഒരു പഴയൊരു ക്വാർട്ടേഴ്സാണ്, മറ്റേ ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളത്. അവിടെ 4-5 പേരുണ്ട് കേട്ടോ, സ്ഥിരം ഉള്ള നടന്മാർ തന്നെയാണ്. ഈ ഡാമിലേക്ക് ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഈ വഴിയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ഇന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാലാണ് ഡാം. ഇവിടെ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല, പക്ഷെ ഞങ്ങളിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നല്ല ലുക്കുള്ള അടിപൊളി ഒരു സംഭവമാണ്. ഇതൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. പക്ഷെ ക്വാർട്ടേഴ്സാന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ബാക്കിലൊക്കെ നോക്കി നോക്ക്, കണ്ട ഒരു ഹൊറർ ഫിലിം ടച്ചാണ്. പ്രേതങ്ങളുടെ വീട് മാതിരി ഉണ്ട്. ഇതാ ഇവിടേക്കൊക്കെ നോക്കി നോക്ക്, കംപ്ലീറ്റ് മരങ്ങൾ വന്ന് മൂടി അടക്കുന്ന വീട്. പാമ്പും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കണ്ടോ, ഈ ചമരിനൊക്കെ ചുറ്റിയതാണ് വേര് പോയെടുക്കുന്നത്. ഇതാണ്ടോ, ഈ ചമരിൻ്റെ മുകളിലാണ് മരം നിൽക്കുന്നത്. അടിപൊളി സെറ്റാണല്ലോ. കണ്ടോ നിങ്ങൾ, ഈ മറ്റേ ഇതെന്താണ് മരം? ആലാണോ? മരത്തിന്റെ വേരുകൾ നോക്കി നോക്ക്. ഇതാണ് ചമര് കംപ്ലീറ്റും വേരുകളാണ്. എന്റെ പൊന്നി. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ കുറച്ച് സ്പേസ് കാണാനല്ലേ, അതാണ് പാർക്കിംഗ് ഏരിയ. ഇനി ഇവിടുന്ന് അങ്കിൾ കംപ്ലീറ്റ് ഡാമിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള അടിപൊളി ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് ഡാമിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ ദൂരം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് ഇങ്ങനെ വരാം. എന്നിട്ട് വേറെ വഴി കൂടെ വന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അങ്ങനെയാണ്, അടിപൊളിയാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കേട്ടോ, ലോങ്ങിൽ നിന്നൊക്കെ വന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അത്രയ്ക്ക് വലിയ ഡാമൊന്നുമല്ല. ഇവിടെ നമ്മുടെ പാലക്കാട് ഏരിയ, തൃശ്ശൂർ ജില്ലയിൽ ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ വന്നിട്ട് ഈവനിങ്ങിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാം. ടൈം പാസിന് വേണ്ടി കുറച്ച് നേരം വന്നിരിക്കാം. കണ്ട ബാക്കിൽ അതിൻ്റെ റിസർവയറിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ഞാൻ മുന്നേ വന്നപ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയ ആ ടൈമായിരുന്നു. അപ്പോൾ ഈ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈവനിങ്ങിലൊക്കെ വന്നിട്ട് കേട്ടോ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരിക്കാൻ നല്ല ടൈമായിരിക്കും. അതുമാതിരി കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ ഒരുപാട്. അതൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ്. മീൻസ് തൃശ്ശൂർ ജില്ലയുടെ കാരണം പാലക്കാട് ജില്ലയുടെ ഒക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരുന്നത്. ലോങ്ങിൽ നിന്നുള്ള ടൂറിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറവാണ്.
കാരണം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഡാമൊന്നുമല്ല അത്. ചെറിയൊരു ഒരു ഡാമാണ്. പക്ഷെ നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഡാമിൽ. ഒരുപാട് വെള്ളമുണ്ട്. ഈ ഡാമിൻ്റെ റിസർവയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബാക്ക് കണ്ടറിയാം. ഇത്രയും ഏരിയ വൈഡായിട്ടാണ് നിൽക്കുന്നത്. നല്ല ചെറിയ ഡാം ചെറുതാണെങ്കിൽ അതിൻ്റെ റിസർവയറിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ജാതി ലുക്കാണ്. നമ്മുടെ പാലക്കാടിൻ്റെ മലനിരകളാണ് അറ്റത്ത് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം നെല്ലിയാമ്പതി മലനിരകളാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഭാഗത്ത് കണ്ട അറ്റത്തൊക്കെ കാണുന്നത് ഒരുപാട് വലിയ റിസർവയറാണ് കേട്ടത്. കണ്ടോ, അത്രയും ദൂരം അങ്ങനെ പരന്ന് കിടക്കാണ്. നമ്മളിനി ഈ കാണുന്ന സ്റ്റെപ്പ് കൂടെ ഇനി മുകളിലേക്ക് കയറി പോകണം. നമുക്ക് ഈ വഴി കൂടിയും പോവാം. 2 വഴി കൂടെ കാണുന്നുണ്ട്. എടാ ഈ വഴി കൂടെ അല്ലേ പോവാ നമ്മള്? ആ മുകളിലേക്കുള്ളതോ? നമുക്ക് ഈ വഴി കൂടെ പോവാം. ഈ വഴി ഇവിടെ വന്ന പ്രത്യേക മറ്റുള്ള ഡാമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് ഈ ഡാമിൻ്റെ റിസർവയറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റും നടക്കാന്നുള്ളതാണ്. ഇങ്ങനെ ഞാനൊരു ഡാമിലും കണ്ടിട്ടില്ല. നമുക്ക് ഡാമിൻ്റെ ഷട്ടർ ഭാഗത്തു നിന്ന് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ മാത്രമാണ് എല്ലാ ഡാമിലും കാണാറുള്ളൂ. ഇതിപ്പോൾ ഈ റിസർവയറിൻ്റെ ചുറ്റും നമുക്ക് വേണ്ട ബാക്കിൽ എത്ര ദൂരം ഞങ്ങൾ നടന്നു വന്നു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നമുക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഷട്ടറിൻ്റെ ഡാമിൻ്റെ മെയിൻ ഭാഗത്തേക്ക് എത്തുള്ളൂ. ബാക്കിലൊക്കെ ഉണ്ടോ വലിയ പരന്ന് കിടക്കാണ് റിസർവയർ. ഇത് ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. എടാ ഇതെന്ത് മുകളില്? ഫസലേ ആ കാണാൻ എന്താ സ്റ്റെപ്പ് മാതിരി ഒരു അതിന്റെ മുകളിൽ കൂടെ നടന്നു പോകാനുള്ള അഡ്വഞ്ചർ. ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് നാശാക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ കുറെ ചിൽഡ്രൻസ് പാർക്ക് മാതിരി സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വരുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നശിച്ച് തരിപ്പണാക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബാക്കൽ ഫോർട്ട് പോയ മാതിരി ആകുന്നു തോന്നുന്നു. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഏതാണ്ട് ഈ കാണുന്ന ഒക്കെ റിസർവയറാണ്. എത്ര വലിയ സ്ഥലമാണല്ലേ. എത്ര വെള്ളം ഉണ്ടാവും വെച്ചിട്ടുണ്ടോ ഇതിൽ? ഇത്രയും പരന്ന് കിടക്കണ സ്ഥലം ഞാൻ വേറൊരു ഡാമിൻ്റെ ഇത്രയും വലിയൊരു റിസർവയർ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അറ്റത്തൊരു ഷട്ടർ ഭാഗം കാണല്ലേ, അതാണ് ശരിക്കും മെയിൻ ഡാം. നമുക്ക് വേണമെങ്കിൽ ആ വഴി കൂടി വരാം, എന്നിട്ട് ഇത് കൂടെ തിരിച്ചു പോവാം. അല്ലെങ്കിൽ നമ്മൾ വന്ന വഴിക്ക് ഇത് കൂടെ വന്നിട്ട് അത് കൂടെ തിരിച്ചു പോവുകയും ചെയ്യും. നമുക്കിവിടെ കുറേ കൊട്ടവഞ്ചി ഉള്ള സെറ്റപ്പൊക്കെ കാണാനുണ്ട്. അത് ചിലപ്പോൾ ഇവിടെ മുന്നേ സർവീസ് ഉണ്ടായിരിക്കും, അതിൻ്റെ അവശേഷങ്ങളാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സർവീസ് ഉണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഒക്കെ നശിച്ച് കിടക്കുകയാണ്. എനിക്ക് ആ അറ്റത്തെ ഒരു സംഭവം കാണാനല്ലേ, ഒരു ദ്വീപ് മാതിരി നല്ല ലുക്ക് ഉണ്ടല്ലേ. ഏതായാലും സൂം ചെയ്യാൻ പറ്റില്ല, അത് കാരണം കൊണ്ട് ക്ലിയർ അല്ല. എന്നാലും ഈ കാണുന്നത് മാവല്ലേ. ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് ഞാൻ മതിലങ്ങോട്ട് പൊളിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ ഇപ്പോൾ ചെയ്തു തോന്നുന്നു. ഇത് ഞങ്ങൾ മുന്നേ വന്നപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സംഭവമൊക്കെ ഇപ്പോൾ ചെയ്തു തോന്നുന്നു. അത് കാരണം നശിച്ചിട്ടില്ല അധികം. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഈ വഴി കൂടി നമുക്ക് വരാം കേട്ടോ. നമ്മളിപ്പോൾ വന്നത് ഈ വഴി കൂടെയാണ്. ഈ കാണുന്ന വഴി കൂടി നമുക്ക് വരാം. പാലക്കാട് ജില്ലയിലെ ചെറുകുന്നപ്പുഴ, അതായത് നമ്മുടെ മംഗലം നദിയുടെ കൈവഴി എന്നൊക്കെ പറയും. ഈ നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് മംഗലം അണക്കെട്ട്. ഈ അണക്കെട്ടിൻ്റെ ശേഷി എന്ന് പറഞ്ഞാൽ 25.34 ദശലക്ഷം ഘന അടിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. വെള്ളം കേടായിട്ടുണ്ട്. മീൻസ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടേ ജാതി സ്മെല്ലാണ് വെള്ളത്തിന്. നമ്മളിപ്പോൾ ആ സൈഡിൽ കൂടെ കുറേ നടന്നു വന്നില്ലേ, അതുമാതിരി ഇവിടെ പോയാലും നമുക്ക് കുറച്ച് ഏരിയ അങ്ങനെ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ഡാമിൻ്റെ റിസർവറിൻ്റെ ആ സൈഡിൽ കൂടെ വീണ്ടും നമുക്ക് നടക്കാം. ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത്. എന്തായാലും അടിപൊളിയൊരു മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ, ഒരു വട്ടം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡാമാണ് കേട്ടോ അത്. ഈവനിങ്ങിലൊക്കെ വരണം. നട്ടുച്ച ടൈമിലും മോർണിംഗിൽ വന്നാലൊക്കെ നിങ്ങൾക്ക് ബോറടിക്കും. എന്താ ഈവനിങ്ങിൽ വന്നാൽ നല്ല എയിമായിരിക്കും. അതായത് ഞങ്ങളിപ്പോൾ വന്ന ടൈമിൽ ഇവിടെ ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ വന്ന ടൈമിലുണ്ടായിരുന്നു, പക്ഷേ ഇതധികം നശിപ്പിച്ചിട്ടില്ല ഇവർ. കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല രസമായിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കുക കേട്ടോ ഈവനിങ്ങിലൊക്കെ. ഉണ്ട് അവിടെ മറ്റേ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പുതിയതുണ്ടാക്കി തോന്നുന്നു. പിന്നെ അവിടെ ഒരു ഷെഡുണ്ട്. പിന്നെ അവിടെ പ്ലേ ചെയ്യാൻ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു സംഭവമുണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിതിപ്പോൾ ആ കാണുന്ന ചേട്ടന്മാരില്ലേ, അവർ പോണ വഴി കൂടെ അങ്ങോട്ട് കുറച്ച് ദൂരം നമ്മൾ പോകുന്ന മാതിരി നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ. ഇനി പാർക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഇവിടെ ഒരു വാട്ടർ ഫാൾസ് വെള്ളച്ചാട്ടം ഉണ്ട് തോന്നുന്നു. കുഞ്ഞൊരു വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ അന്ന് പോയ ടൈമിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്കെന്തായാലും അവിടേക്ക് കൂടി പോയിട്ട് വരാം. മംഗലം ഡാമിൽ നിന്ന് ഏകദേശം 10-11 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മൾ കടപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് എത്തുക കേട്ടോ. പോകുന്ന വഴി ഒന്നും ഒരു രക്ഷയില്ല. തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോവുക. അതുമാത്രമല്ല, നമ്മൾ ട്രൈബൽസിൻ്റെ ഒരു കോളനിയുടെ ഉള്ളിൽ കൂടെ ചെറിയ റോട്ടിൽ കൂടെ കയറിയിട്ട് വേണം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് എത്താൻ. ഹലോ, അപ്പോൾ ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായിട്ടോ. ഈ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ ഈ ഉരുളൻപാറകളുടെ ഇടയിൽ കൂടെ വേണം കിടക്കാൻ. കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. അപ്പോൾ വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതിൽ നല്ല വെള്ളം കാണാനുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് കുറച്ച് ട്രക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറി പോകാട്ടോ. അടിപൊളിയാണ് എന്ന് തോന്നുന്നു. ഞങ്ങൾ അന്ന് വന്ന ടൈമിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല. അടിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് മഴ നല്ല സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ. വെള്ളം ഉണ്ട് തോന്നുന്നു. നമ്മളെന്തായാലും ഇത് കൂടെയാണ് പോവുക. കുറച്ച് ട്രക്ക് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് പോകണം. ഈ സൈഡിൽ വെള്ളം ചാറുന്നില്ലേ,
ആ വാട്ടർഫോൾസിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. എന്നാൽ നല്ല ഡേഞ്ചർ വെള്ളച്ചാട്ടമൊന്നുമല്ല. मोटर तो ही ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമായ കടപ്പാറ വാട്ടർഫാൾസിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരിക. ഫാമിലീസൊക്കെ വരാൻ കുറച്ച് റിസ്ക്കാണ്, കാരണം കുറച്ച് ഉള്ളിലേക്ക് വരണം. എന്നാലും ഇവിടെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. എൻ്റെ കയ്യിന് ചെറിയൊരു വേദനയായിട്ട് സ്കിഡായിട്ട് വീണതാണ് ഇതുമാതിരി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. നമ്മുടെ സന്തോഷും ഫസലും ഇറങ്ങി ഷൂട്ട് ചെയ്ത കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കണ്ടത്. പിന്നെ കുഴപ്പമില്ല, അടിപൊളി വാട്ടർഫാൾസാണ്. ഇപ്പോൾ ഈ മഴ ഇല്ലാത്ത ടൈമിലും നല്ല വെള്ളം ഇവിടെ വീഴുന്നുണ്ട്. നല്ല സ്പ്രേ മാതിരി ഉള്ള വെള്ളമാണ് വീണുകൊണ്ടിരിക്കുന്നത്. അധികം ഡേഞ്ചറൊന്നുമില്ല. വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് നിങ്ങളുടെ സ്വന്തം റാസ് കൈരളി. हेड कवर है ना